സാറെന്താ മാഡം പറഞ്ഞേ? അദ്ദേഹം എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്നാ പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ മാഡം. ആ, നീ വേഗം പോയി ഉറങ്ങാൻ നോക്ക്. നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാനുള്ളതാ. ആ ശരി മാഡം. നമ്മള് വീടെത്താറായി. ഇതുവരെ PKR സാറ് വിളിച്ചില്ലല്ലോ. എന്തേലും പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം വന്നോണ്ടിരിക്കുകയായിരിക്കും. ചേച്ചി ചേച്ചി എവിടെ എത്തി മോളെ? എത്താറായി ചേച്ചി. അരമണിക്കൂറിലെത്തും. പ്രിയനും ഭൂമിക മേഡവും നിന്റെ കൂടെ ഇല്ലേ? ആ ഉണ്ട് ചേച്ചി. ഇവിടെ വരെ വരുന്നതിലല്ല മോളെ കാര്യം, അച്ഛനോടും അമ്മയോടും വിഷയം അവതരിപ്പിക്കുന്നതിലാ കാര്യം. അവരെ കാണുമ്പോ പതരാതെ ധൈര്യമായിട്ട് വിഷയം പറയണം. അച്ഛനോട് പറയാൻ പിന്നെയും ധൈര്യമുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ പ്രതികരിക്കുന്ന ഓർത്തിട്ടാ എനിക്ക് പേടി. ഈ കുടുംബത്തില് അമ്മയെ പേടിക്കാത്ത ഒരേ ഒരാൾ നീയല്ലേ? അതൊക്കെ ബാക്കി വിഷയങ്ങളിലാ. ഈ കാര്യം പറയാൻ എനിക്കത്ര ധൈര്യം പോരാ. മോളെ, ഇത് നിന്റെ ജീവിത പ്രശ്നമാ. പേടിച്ചിട്ടേ കാര്യമൊന്നുമില്ല. നീ വിഷയം ധൈര്യമായിട്ട് അവതരിപ്പിക്ക്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് സംഭവിച്ചാലും നിന്റെ കൂടെ ഞാൻ നിൽക്കും. അച്ഛനോടില്ലേ? ഇല്ല മോളെ, അച്ഛൻ ഇന്നലെ കുറച്ച് ബന്ധുക്കളെ കാണാൻ പോയതാ. അവര് നിർബന്ധിച്ചപ്പോ അവിടെ താമസിച്ചു. ഇന്നേ വരുള്ളൂ. അച്ഛൻ വീട്ടിലില്ലാന്ന്. അച്ഛനും കൂടി ഇല്ലാതെ ഇതെങ്ങനെ പറയാനാ ചേച്ചി? അമ്മ അടിച്ചെന്റെ തോലിരിക്കും. നീ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ എത്താറായി കാണും. നിങ്ങൾ ഇവിടെ എത്തി ആ വിഷയം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ ഇങ്ങ് എത്തിക്കോളും. പിന്നെ അമ്മയെ അച്ഛൻ കൈകാര്യം ചെയ്തോളും. എന്നാ ശരി ചേച്ചി, നേരിട്ട് സംസാരിക്കാം. ശരി മോളെ. ആരോടാടി ഫോണിൽ സംസാരിക്കുന്നത്? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരിയാ. എന്റെ കല്യാണം തീരുമാനിച്ചു എന്നറിഞ്ഞ് വിളിച്ചതാ. ഈയിടെയായിട്ടേ നിനക്ക് ഫോണിൽ കുറച്ച് സംസാരം കൂടുന്നുണ്ട്. ഇതെന്ത് കഷ്ടം അമ്മേ? രുദ്രൻ പ്രശ്നം ഉണ്ടാക്കൂന്ന് പറഞ്ഞ് പുറത്തേക്കൊന്നും വിടുന്നില്ല. ഇപ്പൊ പുറത്തുള്ളവരോട് ഫോണിൽ സംസാരിക്കാൻ പാടില്ലെന്നായോ? അല്ല, അമ്മ എങ്ങോട്ടാ പോകുന്നത്? ആ, രാവിലെ മുതലേ പൈപ്പിൽ വരുന്ന വെള്ളത്തിനെ ഭയങ്കര ബ്ലീച്ചിങ് പൗഡറിന്റെ മണമുണ്ട്. അതിൽ ഭക്ഷണം ഉണ്ടാക്കിയാലേ ശരിയാവത്തില്ല. ഇവിടുത്തെ കിണറിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മാനത്ത് വെയിൽ കണ്ട ഇവിടുത്തെ കിണറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല. ഞാനേ ശാന്തയുടെ കിണറ്റിന്നേ കുറച്ച് വെള്ളം എടുത്തോട്ട് വേഗം വരാം. ഇപ്പോഴോ? അതിനെന്താ കുഴപ്പം? ഭൂമിക മേഡം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അമ്മ എന്നെയല്ലേ പറഞ്ഞേ? അവര് വീട്ടിലെത്തുമ്പോ അമ്മ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? അതിന് അവര് വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ടെത്തില്ലേ? ഇനി അവരെങ്ങാനും നേരത്തെ വന്നാ നീ ഇവിടെ ഉണ്ടല്ലോ. അവരെ വിളിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാ മതി. അതൊന്നും ശരിയാവില്ല. അമ്മ ഉണ്ടായാലേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. അതെന്തിനാ? 2 കുടമല്ലേ, ഒരെണ്ണം ഞാനും കൂടി പിടിക്കാം. അത് മാത്രമല്ല, അമ്മ ശാന്ത ചേച്ചിയെ കണ്ട ഓരോന്ന് സംസാരിച്ചോണ്ട് നിൽക്കും. പിന്നെ വൈകുന്നേരം ആയാലും തിരിച്ചു വരില്ല. നാട്ടുകാരെ വിശേഷം പറഞ്ഞ് അവിടെ അങ്ങ് നിൽക്കും. പിന്നെ എനിക്ക് പരദൂഷണം പറച്ചിലാണല്ലോ ജോലി. അമ്മ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വീടും പൂട്ടിട്ട് വരാം. ഇവളെന്താ ഇത്ര ഉത്സാഹം കാണിക്കുന്നത്? വേഗം വരണം, അവിടെ അടുത്തൂങ്ങി നിൽക്കരുത്. കുടം പിടിക്കാൻ ആളായില്ല. എടി വേഗം വരാൻ. എന്തോ പ്രിയൻ ചേട്ടാ? ഞാനൊന്ന് നോക്കട്ടെ.
ടയർ പഞ്ചറായി. ഞാൻ സ്റ്റെപ്പിനെ ഉണ്ടോ നോക്കട്ടെ. സ്റ്റെപ്പിനി ഇല്ല മാഡം. ശ്ശേ, ഇനി എന്ത് ചെയ്യും? ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് ഒന്നുമില്ല. അയ്യോ രുദ്രൻ, ഇനി ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവ ഉണ്ടാക്കാൻ പോകുന്നത്? നീ എന്തിനാ പാറു പേടിക്കുന്നേ? ഞാൻ കൂടെ ഇല്ലേ? നമ്മളൊരു വലിയ പ്രശ്നം പരിഹരിക്കാനാ പോകുന്നത്. നമ്മളെ ഒരുമിച്ച് കണ്ട് ഇവൻ എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടാക്കിയാ പിന്നെ അതും മതി. മാഡം, ഞങ്ങള് അയാൾ കാണാതെ മാറി നിന്നോളാം. മാഡം എന്തെങ്കിലും പറഞ്ഞ അയാളൊന്ന് ഒഴിവാക്കോ? ശരി, ഞാൻ നോക്കിക്കോളാം. പ്രിയൻ ചേട്ടാ വാ. എന്താ മാഡം, ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അല്ല, എപ്പോഴും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. മേഡം വേറെ ഏതെങ്കിലും പെൺകുട്ടിക്ക് ആലോചനയായിട്ട് വന്നേയിരിക്കും. ഇപ്പൊ ഹോസ്റ്റൽ പരിപാടിയൊക്കെ നിർത്തി ബ്രോക്കർ പണി തുടങ്ങിയെന്നാ കേട്ടെ. ഇവന് വേണ്ട പ്രിയൻ ചേട്ടാ. ആവശ്യമില്ലാത്ത വർത്തമാനം എന്നോട് വേണ്ട. പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. ഇതാണ് മനുഷ്യത്വം കാണിച്ചാലുള്ള കുഴപ്പം. റോഡരികിൽ കാറ് കേടായിട്ട് നിൽക്കുന്ന ഒരാളെ സഹായിക്കാന്ന് ഞാൻ കരുതിയത്. നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട. ഒന്ന് പോയി തന്നാ മതി. ആ അല്ല, മാഡം ഒറ്റയ്ക്ക് വരാൻ സാധ്യതയില്ലല്ലോ. കൂടെ ആരും വന്നില്ലേ? ഞാൻ ഒറ്റയ്ക്കാ വന്നത്. നോക്കാം.